ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. നെല്ലു സംഭരണം വേഗത്തിൽ പൂർത്തിയാക്കാനും കർഷകർക്ക് താമസമില്ലാതെ പണം ലഭ്യമാക്കാനുമായി ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന PRS സംവിധാനത്തെ ഇടത് സർക്കാർ കർഷകർക്ക് ബാധ്യതയാക്കി മാറ്റിയെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA. നെല്ല് സംഭരണം മുതൽ വില നൽകൽ വരെ എല്ലാം കുത്തഴിഞ്ഞ സ്ഥിതിയിലാണെന്നും MLA. സർക്കാർ കോടികൾ ചെലവഴിച്ച് പരസ്യം നടത്തുമ്പോഴാണ് ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും ന്യായമായ ഓണറേറിയ വർധനവിനായി സമരം ചെയ്യുന്നതെന്നും MLA അനൂപ് ജേക്കബ് പറഞ്ഞു. സർക്കാർ വാർഷികാഘോഷത്തിന് ആരും എതിരല്ലെങ്കിലും ധൂർത്തായി മാറുന്നത് അംഗീകരിക്കാനാവില്ല. എല്ലാ മാസവും ലഭിക്കേണ്ട പെൻഷൻ എപ്പോഴെങ്കിലും കൊടുക്കുന്ന സ്ഥിതി അനീതിയാണ്. നെല്ല് സംഭരണ വില കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ ആനുപാതികമായി വർദ്ധിപ്പിക്കുന്നതിന് പകരം കേരള സർക്കാർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. PRS UDFന്റെ കാലഘട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു സംവിധാനമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഇത്രയും വേഗം കർഷകർക്ക് നെല്ലിന്റെ വില ലഭിക്കുക എന്നതാണ് അതുവഴി അന്ന് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. അന്നത്തെ സമയത്ത് അത് കുറേയൊക്കെ പരിഹരിച്ചു പോകാൻ കഴിഞ്ഞു. പക്ഷെ ഇന്നിപ്പോ നോക്കിക്കഴിയുമ്പോൾ അതിനേക്കാൾ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. സംഭരണം കൃത്യസമയം നടക്കുന്നില്ല എന്നുള്ള ഒന്ന്. രണ്ട്, സംഭരിച്ച നെല്ലിന്റെ വില, അതാണ് ഏറ്റവും പ്രധാനമായിട്ടും കർഷകർക്ക് യഥാസമയം കിട്ടേണ്ടത്. അതിന് കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ള വിഷയങ്ങൾ നിലകൊള്ളുകയാണ്. 10 വർഷത്തിനിടെയുണ്ടായ ഉത്പാദന ചിലവ് 70% വർദ്ധിച്ചത് സർക്കാർ കണക്കിലെടുക്കുന്നില്ല. കേരളം നേരിടുന്ന പ്രതിസന്ധികൾ മെയ് 9, 10 തീയതികളിൽ കോട്ടയത്ത് ചേരുന്ന സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും UDF അത് തർക്കവിഷയമല്ലെന്നും MLA അനൂപ് ജേക്കബ് പറഞ്ഞു. പാർട്ടി ചെയർമാൻ വാക്കനാട് രാധാകൃഷ്ണൻ, സംസ്ഥാന വൈസ് ചെയർമാൻ VD ജോസഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ഗിരിജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VD ഉലഹന്നാൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.